ഒരു നല്ല അത്യാവശ്യം ജോലി കിട്ടി കഴിഞ്ഞാൽ നീ ഓക്കെ അല്ലേ? ഞാൻ ജോലി കിട്ടി അവിടെ നിൽക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, കിടുക്കുവാണ്. അവനെ വിളിച്ച് ഞാൻ പറയാം. അവനാകുമ്പോഴത്തേക്ക് നിനക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ നിനക്ക്. ഹലോ രതീഷേ, എടാ മക്കളെ, എടാ എന്റെ ഒരു പയ്യുണ്ട് കേട്ടോ, അമ്പിളിക്കൂട്ടൻ. ഈശ്വര കള്ളം പറയാൻ ക്ഷമിക്കണേ, നല്ല ബുദ്ധിമാനാണ്. അവൻ കൂടെ നിൽക്കും, എല്ലാ കാര്യം അന്തസ്സായിട്ട് നോക്കുകയും ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനൊന്ന് പരിചയപ്പെടും. അവന് രതീഷ് പരിചയപ്പെടും. രതീഷ് അണ്ണ എവിടെ അണ്ണാ? ഇതുവരെ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളിനെയാണ് ഫോൺ ചെയ്ത് തരുന്നത്. അയക്കില്ല, നീ പുള്ളിയെ പ്രസവിച്ച് പുള്ളി വലുതായി എനിക്ക് എപ്പോ ജോലി മേടിച്ചേരാ. മുതലാളിയുടെ ഫ്ലാറ്റിലായിരുന്നു ജോലി. ആണല്ലേ? എന്നാ പിന്നെ അതിന്റെ ആ കഥയുടെ പിന്നിലുള്ള കൗണ്ടർ കേൾക്കാം. അവിടെ ജോലി ചെയ്തോണ്ടിരുന്നപ്പം മുതലാളി പറഞ്ഞ് ഒരു ചെടി നടാൻ പറഞ്ഞു. ഞാൻ പിക്കാസ് എടുത്ത് കുഴിച്ചു താഴെ ചെന്നപ്പോ പിള്ളേർ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. ഭൂമിക്കടിയില്ല അല്ലെന്ന്. പിന്നെ 3ാമത്തെ നില മേളിലല്ലേ മുതലാളിയുടെ വീട്. ടെറസിൽ ചെടി നടാനാ പറഞ്ഞത്. സുന്ദരിയല്ലേ തീരുമാനം എടുക്കാൻ പറ്റിട്ട്? ഇതൊന്നുമല്ല സുന്ദരി. നമ്മൾ മണ്ഡപത്തിൽ കയറി ഇരിക്കത്തില്ല, താലി കെട്ടാൻ നമ്മളെ ഭാര്യ അടുത്തൊന്നും ഇരിക്കത്തില്ല. അപ്പം ഭാര്യയുടെ മുഖത്തോട്ട് നോക്കണം, എന്നിട്ട് പുറത്തോട്ട് നോക്കണം, ഫ്രണ്ടിൽ അണിഞ്ഞൊരുങ്ങി ഇരിക്കും. അതാണ് സുന്ദരിമാര്. എന്നടാ ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തത് എന്നെ? അതേ ഞാൻ ഈ സങ്കടം വന്നപ്പോ വള്ളം എടുത്തോണ്ട് ചുമ്മാ ഇങ്ങനെ ഇറങ്ങി അതിർത്തി വിട്ടുപോയി. അപ്പൊ ശ്രീലങ്കൻ അത് പറഞ്ഞ അവരില്ലേ, അവര് വന്നിട്ട് ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടെററിസ്റ്റ് ആണേന്ന് പറഞ്ഞു. കൊടേ കൊണ്ടുപോയി ആശാനി. നീ എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ഈ വഴിയൊക്കെ കാണാൻ ഇറങ്ങുമല്ലോ, വിനോദസഞ്ചാരം, ടെററിസ്റ്റ്, ടൂറിസ്റ്റ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടല് ശാന്തമായി കിടന്നാൽ നമ്മൾ പേടിക്കണം. കടല് ശാന്തമായി ഉള്ളുവലിഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് എന്ത് നടക്കും? കടൽക്കാക്ക അടക്കും, ഞണ്ട് അടക്കും, പിന്നെ ഞാനും കാക്ക വരുന്ന പിള്ളേരും തേരാപ്പാര അടക്കും. അതല്ലടാ, വേലിയേറ്റവും വേലിയിറക്കം നടക്കും. കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടാന്ന. ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളൂ അതിന്റെ പേരില്. ഞങ്ങൾ അവിടുത്തെ സുകുമാരനെ ഞങ്ങളെ പറമ്പിലോട്ട് വേലി ഇറക്കി കെട്ടി. ഞാൻ ചെന്നത് തിരിച്ചിറക്കി കെട്ടി. പിന്നെ രാത്രി അയാൾ പൊളിക്കാത്തോണ്ട് ഞാൻ ചെന്ന് പൊളിച്ചു കളഞ്ഞ് എന്നെ പോലീസ് കൊണ്ട് 2 ദിവസം ജയിലിൽ വിട്ടു.